എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കല്ലേ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് അധികം അടിപൊളി ബാക്ക് ടു സ്കൂൾ ഗെയിംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഐ എം ഷുവർ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഐശ്വര്യമായിട്ട് നമുക്ക് നെയിം സ്ലിപ്പിൽ തന്നെ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലൊരു പേപ്പർ എടുക്കാം. ചാർട്ട് പേപ്പർ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്നിട്ട് തന്നെ നമുക്ക് വേണ്ട സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു റെക്ടാംഗിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കിളോ ഓവലോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ ക്ലൗഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാരക്ടേഴ്സിന്റെ ഷേപ്പ് അങ്ങനെയൊക്കെ കട്ട് ചെയ്യാം. പക്ഷേ എളുപ്പപ്പണി ഈ റെക്ടാംഗിൾ തന്നെയാണ്. ഇനി ഇതിൽ വരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിക്ചേഴ്സ് വേണം. നിങ്ങൾ ഭയങ്കര പ്രോ ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഇമാജിനേഷൻ എടുത്ത് വരക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇമാജിനേഷൻസ് ഒന്നും വരാത്തതുകൊണ്ട് പിൻട്രസ്റ്റിൽ കയറിയിട്ട് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇഷ്ടമുള്ള 4 പിക്ചേഴ്സിനെ ഡൗൺലോഡ് ചെയ്തെടുത്തു. ഇനി എന്താ റൂമർ ഇട്ടാക്കിയിട്ട് ട്രേസ് ചെയ്ത് വരക്കാം. ഇങ്ങനെ ട്രേസ് ചെയ്യുമ്പോൾ അളകാതിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ കോപ്പി ആപ്പൊക്കെ യൂസ് ചെയ്യാം. 2 ഫിംഗേഴ്സ് ഇങ്ങനെ സ്ക്രീനിൽ ഹോൾഡ് ചെയ്തിട്ട് ഷെയ്ക്ക് ആവാണ്ട് വരക്കാൻ ഞാൻ എക്സ്പെർട്ട് ആയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ആ കൊറോണ കാലത്ത് എനിക്ക് ഇതൊക്കെ തന്നെ ഇരുന്ന് പണി. ഞാൻ നെയിം സ്ലിപ്പിന് ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ട് നെയിം സ്ലിപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നെയിം, ക്ലാസ്, റോൾ നമ്പർ, സ്കൂൾ, സബ്ജക്ട് അങ്ങനെ എല്ലാതും എഴുതി കൊടുക്കാം. സ്കൂളിന് നെയിം സ്ലിപ്പിൽ വലിയ പ്രസക്തി ഒന്നും ഇല്ല. എന്നാലും ബുക്ക് എങ്ങാനും ഇപ്പോൾ വല്ല ബസ്സിലൊക്കെ വെച്ച് കളഞ്ഞു പോയി കഴിഞ്ഞാൽ അതുള്ളത് നല്ലതാണ്. ഇനി അടുത്ത പരിപാടി ഇതിനൊക്കെ ഒന്ന് കളർ അടിച്ച് കുട്ടപ്പന്മാരാക്കി. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ബുക്ക് ഒതുങ്ങിയും ഞങ്ങളുടെ ഡ്യൂട്ടി ആയിരുന്നു ബുക്കിന്റെ മുകളിലൊക്കെ നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ട് പേര് എഴുതുക എന്നുള്ളത്. അന്നൊക്കെ കടയിൽ കിട്ടുന്ന ആകെ 2 നെയിം സ്ലിപ്പ് ഉള്ളൂ. ഒന്ന് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി അവരും. അടുത്തത് ടോം ആൻഡ് ജെറി ആൻഡ് മിക്കി മൗസ്. അന്നതുപോലെ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്ക് ഉദിച്ചിട്ടില്ല. കഴിഞ്ഞ കൊല്ലാണ് ഈ ഒരു ബുദ്ധിന്റെ തലേക്ക് വരുന്നത്. പക്ഷെ എന്താ കാര്യം, ഞാൻ വലുതായി പോയി. സാരല്ല, ഇനിയിപ്പോൾ എനിക്ക് കുട്ടികളാകുമ്പോൾ നോക്കാം. ഇനി ഇതിന്റെ മുകളിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ സംഭവം വാട്ടർ പ്രൂഫ് ആയിട്ട് കിട്ടും. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു മെമ്മോ പാഡാണ്. വെറും മെമ്മോ പാഡ് അല്ല, ടോസ്റ്റ് മെമ്മോ പാഡ്. വലിയ പണിയൊന്നുമില്ല. ഒരു പേപ്പർ എടുക്കുക. ചാർട്ട് പേപ്പർ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. നോട്ട്ബുക്കിന്റെ പേജായാലും മതി. ഇനി അതിനെ ഇതേപോലെ ഒരേ അളവിൽ മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി വരുമ്പോൾ നമുക്ക് കുട്ടി കുട്ടി സ്ക്വയർസ് ഓർ റെക്ടാംഗിൾ വാട്ടെവർ അതിനെ കിട്ടണം. നെക്സ്റ്റ് സ്റ്റെപ്പ് അതിൽ നമ്മൾ ബ്രെഡിന്റെ ഷേപ്പ് വരച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറി മെമ്മോ പാഡ് അല്ലെങ്കിൽ അവക്കാഡോ മെമ്മോ പാഡ് ഒക്കെയാണ് വേണ്ടതെങ്കിൽ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് ഒരുമിച്ച് കട്ട് ചെയ്യണത്. നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത ആ ഒരു ഷേപ്പിൽ തന്നെ ബാക്കിയെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ പലതും പല ഷേപ്പായിട്ട് മാറും. അപ്പോൾ കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല. ഇനി എന്താ പെയിന്റിങ്. യെല്ലോ കളറിൽ കുറച്ച് ബ്രൗൺ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കളർ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സൈഡും ഇതേപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് 2 സൈഡും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ബ്രെഡിന്റെ ഒരു ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് അൽക്കുലത്ത് പണികളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, അവിടെ എവിടെയും കുറച്ച് കുത്തുകളൊക്കെ ഇട്ടെടുത്തിട്ട് ബോർഡർ ഇതുപോലൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ. ഇനി ആ കട്ട് ചെയ്തതിന് എല്ലാത്തിനും ഒരുമിച്ച് വെച്ചിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. നോട്ട് എ പോയിന്റ്, ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യുക. എന്നാലാണ് അതിന് മര്യാദക്കൊന്ന് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി അത് ഉണങ്ങുമ്പോഴേക്കും അതിന് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാർഡ് ഉണ്ടാക്കിയെടുക്കാം. ആക്ച്വലി ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല, നല്ലൊരു ലുക്ക് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വെറുതെ ചെയ്തുന്നുള്ളൂ. ഇനി ആ മെമ്മോ പാഡിനെ എടുത്തിട്ട് അതിന് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ നമ്മുടെ മെമ്മോ പാഡിന്റെ പരിപാടി. പക്ഷെ എനിക്ക് ആ ടോസ്റ്റ് മെമ്മോ പാഡ് എന്ന് എഴുതിയത് തീരെ അങ്ങോട്ട് പിടിച്ചില്ല. അതുകൊണ്ട് അവിടെ ഞാനൊരു യെല്ലോ കളർ വാഷി ടേപ്പ് ഒട്ടിച്ചിട്ട് അതിന്റെ മുകളിൽ പിന്നെയും ടോസ്റ്റ് മെമ്മോ പാഡ് എന്നൊക്കെ എഴുതി വെച്ചു. ഇതിനൊന്നും ഒരാവശ്യമില്ല കേട്ടോ. ആ ഗ്ലൂ ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബാഗിലിട്ടിട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ബൈ ദ വൈ, ഇതിനേക്കാൾ എളുപ്പമുള്ളൊരു മെമ്മോ പാഡ് ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഒന്നുകൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മളൊരു പെൻസിൽ കേസാണ് ഉണ്ടാക്കാൻ പോണത്. അത് ഞാൻ ക്ലോത്ത് വെച്ചിട്ട് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലോത്ത് വെച്ച് ഉണ്ടാക്കുമ്പോൾ അഫ്കോഴ്സ് തുന്നണം. അത് കുറച്ച് ഇടങ്ങേറി പിടിച്ച പണിയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ട്രാൻസ്പെറന്റ് പെൻസിൽ കേസ് ആക്കാന്ന് വിചാരിച്ചത്. സോ ആദ്യം തന്നെ ഇതുപോലെ ഒരു OHP ഷീറ്റ് എടുക്കണം. ഈ ഷീറ്റ് വെറും 5 രൂപക്ക് നമുക്ക് ക്രാഫ്റ്റ് സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും. അതിനെ നേരത്തെ കാണിച്ച പോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് 2 സൈഡും സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്യാം. ഇനി അതിന്റെ ഫ്ലാപ്പ് ഉണ്ടല്ലോ, അവിടെ 2 സൈഡ് ഇതുപോലെ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ തന്നെ ആക്ച്വലി ഇതൊരു പെൻസിൽ കേസ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിന്റെ ലുക്ക് കുറച്ചുകൂടി ഒന്ന് അടിപൊളിയാക്കണല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു വാഷി ടേപ്പ് എടുത്തിട്ട് 2 സൈഡും 3 സൈഡും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പെൻസിലൊക്കെ ഇടുമ്പോൾ പെൻസിൽസ് ഒന്നും ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുക. ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ ഫ്ലാപ്പിന്റെ ഭാഗത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതുപോലെ തുറക്കി മടക്കുകയും ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് ലുക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കുഞ്ഞു സ്റ്റിക്കേഴ്സ് കുറച്ച് അധികം ഒട്ടിച്ചു കഴിഞ്ഞാലും ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് തൽക്കാലം ഇത്ര മതി. ഈ ഒരു ട്രാൻസ്പെറന്റ് പൗച്ച് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കുറച്ച് മുന്നേ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇപ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൈം ടേബിളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ കുറച്ച് റോസ് ആൻഡ് കോളംസ് വരച്ചെടുക്കുക. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 1 വർഷം മുന്നേ, അതായത് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു സബ്സ്ക്രൈബർ കുട്ടിയാണ് ടൈം ടേബിൾ ഉണ്ടാക്കുമോ ചോദിച്ചിട്ട് ഒരു കമന്റ് ഇട്ടത്. അതിന്റെ അടിയിൽ കുറച്ചധികം ലൈക്കും ഉണ്ടായിരുന്നു. ആദ്യം ഇത് കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ നായിപ്പോയി. ബിക്കോസ് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ടൈം ടേബിൾ സ്കൂൾ ഡയറിയുടെ ബാക്കിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടാത്ത കാരണം പിൻട്രസ്റ്റിൽ പോയിട്ട് ടൈം ടേബിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ. പക്ഷേ അതിൽ വന്നത് കുറച്ച് പ്ലാനേഴ്സിന്റെ ടെംപ്ലേറ്റ് ആയിരുന്നു. അതും മന്ത്ലി പ്ലാനറിന്റെ ടെംപ്ലേറ്റ്. അപ്പന്റെ കുരുട്ടുപൂതിയിൽ ഉദിച്ച ഒരു ഐഡിയ ആണ് ഇത്. അതിന് മോഡിഫൈ ചെയ്തിട്ട് ഞാനൊരു ടൈം ടേബിൾ കാർഡ് അങ്ങോട്ടാക്കി. ഒരു ടൂതിയിൽ ഉദിച്ചതാണെങ്കിലും സംഭവം കയറി അങ്ങ് ഹിറ്റായി. നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് അത് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസ് ഒക്കെ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. എനിവേസ്, ആ നീല കളർ പെയിന്റ് അടിച്ചു കൊടുത്ത് ടൈമാണ് എഴുതുന്നത്. അതായത് ഓരോ പീരീഡിന്റെ ടൈം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു അവക്കാഡോ തീമിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഒരു സ്കൈ തീം ആക്കാന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നിയത് കാരണം കുറച്ച് സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബന്ധവുമില്ലാത്ത സ്റ്റിക്കേഴ്സ് ആണ്, എന്നാലും അവിടെ കിടക്കട്ടെ. ഇതുപോലെ നിങ്ങൾക്കും പല തീമിൽ മാറ്റി മറിച്ചൊക്കെ ചെയ്തെടുക്കാം.
ഇനി അടുത്തത് നമ്മളൊരു വീക്ക്ലി പ്ലാനറാണ് ചെയ്യാൻ പോണത്. ജൂൺ 1 തൊട്ടിട്ട് നന്നാവണം എന്നും നന്നായി പഠിക്കണം എന്നൊക്കെ തീരുമാനമെടുത്തിട്ട് ആൾക്കാരായിരിക്കുമല്ലോ നമ്മളെല്ലാവരും. അവരെന്തായാലും മസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കി വെക്കണം. ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, യൂസ് ചെയ്യാൻ വേണം. സോ ആദ്യം ഒരു കാർഡ് എടുത്തിട്ടുണ്ട്. ഇതും ഞാനൊരു സ്കൈ തീമിലാണ് ചെയ്യാൻ പോണത്. ബൈ ദ വൈ ഞാൻ ആ വരച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ക്ലൗഡാണ്. ഇത് എന്തുട്ട് ക്ലൗഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയും ക്ലൗഡുകളൊക്കെ ഉണ്ട്. ആ ഒരു ഷേപ്പ് ഒരു 6 വരക്കണം. ആക്ച്വലി 7 വരക്കേണ്ടതാണ്, പക്ഷേ സ്ഥലമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വലിയ പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ സൺഡേനെ അങ്ങോട്ട് വിടുക. അന്ന് വലിയ പ്ലാനിങ്സ് ഒന്നും വേണ്ട. എന്നിട്ട് ഓരോ കളിയിലും സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എഴുതി വെക്കാം. ഇനി കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ അലങ്കാര പണികളൊക്കെ ചെയ്തെടുക്കാം. ഇതിൽ ഡയറക്ട്ലി പെൻ വെച്ച് എഴുതി കഴിഞ്ഞാൽ ഒറ്റ യൂസിനെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ബബിൾസ് ഒന്നും ഇല്ലാണ്ട് നല്ല വൃത്തിക്ക് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ പെന്നോ അല്ലെങ്കിൽ സ്കെച്ചോ വെച്ചിട്ട് എഴുതിയിട്ട് മായ്ക്കുകയാണെങ്കിൽ മായും എന്നാണ് എൻ്റെ മുന്നുള്ള എക്സ്പീരിയൻസ്. പക്ഷെ ഞാൻ ജെൽ പെൻ വെച്ചിട്ടാണ് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളൂ. ബോൾ പോയിന്റ് പെൻ വെച്ചിട്ട് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ബെറ്റർ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് എഴുതായിരിക്കും നല്ലത്. അടുത്തത് ബാക്ക് ടു സ്കൂൾ സപ്ലൈസിന്റെ മെയിൻ ആണ് ഹാൻഡ് മെയ്ഡ് നോട്ട്ബുക്ക്. നമ്മൾ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കണ പോലത്തെ നോട്ട്ബുക്ക് അല്ല ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. അതിനേക്കാൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള നോട്ട്ബുക്കാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് പഴയ ബുക്കിന്റെ പേജസ് എടുക്കുക, ഇതുപോലെ 2 മടക്കുക. ആ പേജസിന്റെ അളവിൽ ഒരു തിക്ക് കവറിംഗ് കൂടി കട്ട് ചെയ്തെടുക്കുക. ഇനി സ്റ്റേപ്പിൾ പിന്നെ വെച്ചിട്ട് പുറത്തുനിന്ന് ഉള്ളിലേക്ക് സ്റ്റേപ്പിൾ ചെയ്ത് കൊടുക്കുക. സ്റ്റാപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ കൊളാവുന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ തുന്നി കൊടുക്കാവുന്നതുമാണ് കേട്ടോ. അത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ നോട്ട്ബുക്ക്. പക്ഷെ ഇത് ഇങ്ങനെ കാണാൻ ഒരു ലുക്കൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതിന് ഞാനൊന്ന് പെയിന്റ് അടിച്ചിട്ട് കുട്ടപ്പനാക്കാന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ചുമപ്പ് ഇതൊന്നും ഇല്ലായിരുന്നു. ഒന്നിൽ വരച്ചാൽ ബുധനാണല്ലോ. അങ്ങനെ 3ാമത്തെ മിക്സിംഗിൽ എനിക്ക് ഉദ്ദേശിച്ച കളർ കിട്ടി. റെഡ് പെയിന്റിൽ ഒരു ഇത്തിരി ബ്ലാക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ റെഡ് കിട്ടും. മറ്റേ റെഡിനെക്കാട്ടിയും കുറച്ചുകൂടി എസ്തറ്റിക് ഈ റെഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതിലൊരു ചെറിയ വരക്കലാണ് എൻ്റെ ഉദ്ദേശം, 1 അല്ല 2. താത്തത്ര പ്രോ ആയിട്ട് വരക്കാനൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നവരോട് നോ ഗൈസ്, ഞാൻ ഓൾറെഡി പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ കൂടെയാണ് ഈ ഒരു പെന്ന് വെച്ചിട്ട് വരച്ചിട്ടുള്ളത്. എനിവേസ് ഞാൻ വിചാരിച്ചൊരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പിന്നെ എന്താണാവോ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഫീൽ ചെയ്ത് കൊടുക്കാൻ ഒരു തൊരയാണ്. ഫൈനൽ ലുക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിൻട്രസ്റ്റിൽ കാണുന്ന ആ ഒരു ബുക്കിന്റെ വകയിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് വരും ഇത്. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ടു ഡു ലിസ്റ്റിന്റെ ബുക്കാണ്. യൂഷ്വലി നമ്മൾ ടു ഡു ലിസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ കാർഡ്സ് പോലെയാണല്ലോ ഉണ്ടാക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് ബുക്കാക്കാന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ എളുപ്പമാണല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ഒരു ബുക്കിന്റെ പേജ് എടുത്തിട്ട് ഈ ഒരു അളവിൽ മടക്കി കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാട്ടോ. ഇങ്ങനെ ബുക്കാക്കിയുള്ള ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ നിന്ന് തരുന്ന വർക്ക്സും ടാസ്കും ഒക്കെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇത് കൂടുതൽ യൂസ്ഫുൾ ആവുക എക്സാം ടൈമിലായിരിക്കും. ഞാനിപ്പോൾ ഇതൊരു റീഫില്ലിംഗ് ടൈപ്പ് ഓഫ് ബുക്ക് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഗ്ലൂ യൂസ് ചെയ്യണില്ല, പകരം ത്രെഡ് വെച്ചിട്ട് കെട്ടി കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ കവറിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഐവറി ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് യെല്ലോ പെയിന്റ് അടിച്ചു കൊടുക്കുന്നത്. ഒരു കുഞ്ഞിക്കോഴി തീമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. 2 കണ്ണ് വരച്ചു കൊടുക്കുക, അതിന്റെ ബീക്കും കൂടി വരച്ചു കൊടുത്തിട്ട് ആ ബീക്കിനുള്ളിൽ കുറച്ച് ഓറഞ്ച് പെയിന്റ് കൂടി അടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. ഒന്നുകൂടി ഇത് ഗെറ്റപ്പ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അടിയിലെ ടു ഡു ലിസ്റ്റ് എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഇതിന്റെ പോലുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇത് എന്തിനാ ഉണ്ടാക്കിയതെന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ടു ഡു ലിസ്റ്റ് എന്നൊക്കെ എഴുതി വെക്കുന്നത് നല്ലതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് പേജസും കവറിങ് കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒരു വുളൻ ത്രെഡ് വെച്ചിട്ട് കെട്ടി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സാറ്റിൻ റിബൺസ് ഒക്കെ യൂസ് ചെയ്യാം. എനിവേസ് ഇതാണ് നമ്മുടെ കുഞ്ഞിക്കോഴി തീമിലുള്ള ടു ഡു ലിസ്റ്റ് നോട്ട്ബുക്ക്. ഇനി അടുത്തത് നമ്മൾ വീണ്ടും ഒരു മെമ്മോ പാഡാണ് ഉണ്ടാക്കാൻ പോണത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിമ്പിൾ മെമ്മോ പാഡ് വരുന്നുണ്ട്. അവനാണ് ഇവൻ. സോ ആദ്യം ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഒരേ അളവിൽ ഇതുപോലെ മടക്കി മടക്കി കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരുപോലെയുള്ള ഡൂഡിൽസ് മൊത്തം വരച്ചു കൊടുക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന വിചാരിച്ചിട്ടാണ് വലിയ കാര്യത്തിൽ പെൻസിലൊന്നും ഇല്ലാണ്ട് വരച്ചത്. പക്ഷേ നല്ല രീതിക്ക് വളയും. അതുകൊണ്ട് ഞാൻ ഒരു ഐവറി ഷീറ്റിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഇത് വെച്ചിട്ടാണ് ആ പേജ് മൊത്തത്തിൽ വരക്കാൻ പോണത്. ഇങ്ങനെയാകുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുകയും ചെയ്യും. കാണുമ്പോൾ കുറച്ച് വൃത്തിയൊക്കെ ഉണ്ടാവും. ആൻഡ് പെട്ടെന്ന് പരിപാടി തീരാനും ഇങ്ങനെ ചെയ്യാണ് നല്ലത്. ഇതിന് ഞാൻ കുറച്ച് മിനിമലാക്കാന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് വലിയ കലാപരിപാടികളൊന്നും ഇല്ല. മുകളിൽ ഞാൻ മെമ്മോ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. താഴെ ജസ്റ്റ് സണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രഷ് പെൻ വെച്ചിട്ട് എല്ലാത്തിലും ഇതുപോലെ കുറച്ച് സർക്കിൾസ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒരു സ്മൈലി ആക്കലാണ് നമ്മുടെ ഉദ്ദേശം. ആക്ച്വലി ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട ഒരു ടെംപ്ലേറ്റ് ആണ്. അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. എനിവേസ് ഇനി ഇതിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 സൈഡായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനിയുള്ള പരിപാടികളൊക്കെ അറിയാലോ. എല്ലാത്തിനും ഒരുമിച്ച് വെച്ചിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവിക്കോളിന്റെ പോലെയുള്ള വൈറ്റ് കളർ ഗ്ലൂസ് മാത്രമേ യൂസ് ആക്കുക. എന്നാലാണ് ഇത് ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, യൂസ് ചെയ്യാൻ വേണം. എനിവേസ് ഇതാണ് നമ്മുടെ മിനിമൽ ആയിട്ടുള്ള മെമ്മോ പാഡ്.
ഇനി അടുത്തത് നമ്മൾ കുറച്ച് പേപ്പർ പിൻസ് ആണ് ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഒരു ഐവറി ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഐവറി ഷീറ്റിനെ വേണം നിർബന്ധമൊന്നുമില്ല. ബുക്കിന്റെ ഒക്കെ ചട്ടുണ്ടല്ലോ, അതെടുത്താലും മതി. അതായത് കട്ടിലൊരു പേപ്പർ വേണം. ഇനി അതിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനുള്ള മടിക്കാണ് ഞാൻ ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി എന്താ, അതിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പേപ്പർ ക്ലിപ്സ് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിന്റെ മുകൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലത്തെ പേപ്പർ ക്ലിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് എങ്ങനെയാണ് പേപ്പർ ക്ലിപ്പ് ഉണ്ടാക്കാന്നുള്ള വീഡിയോ നമ്മൾ 2-3 വട്ടമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ ഉണ്ടാക്കിയാലും മതി. ഇനി ഇതൊക്കെ ബുക്കിന്റെ മുകളിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ കാണാൻ എന്താ ഒരു ലുക്ക്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കും സ്കൂളിൽ പഠിക്കാൻ ഒരു കൊതി. എനിവേസ്, ഇനി അടുത്തൊരു മെത്തേഡാണ്. ഇതുപോലെ പേപ്പർ പിൻസ് ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം. പക്ഷെ അതിന്റെ ബാക്കിൽ കൂടി ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചാടിപ്പോവും. എനിവേസ്, ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 6-7 ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം.